നമസ്കാരം, പുതിയൊരു എപ്പിസോഡുമായി മീഡിയ 7 ഗുഡ് മോർണിംഗ് കേരള പ്രസന്റഡ് ബൈ ഡോക്ടർ സിന്ധൂസ് സൗശ്രുതി ക്ലിനിക്. ചേച്ചി, വീട്ടിലെ തിരക്കുകളൊക്കെ കഴിഞ്ഞല്ലേ വന്നത്? അതെ അതെ, തിരക്ക്. കാലത്ത് മോർണിംഗ് ഒരു ബിസി ഷെഡ്യൂളാണ്. കാരണം മക്കൾക്ക് സ്കൂളിൽ പോകുന്നുണ്ടല്ലോ ഇളയ മോള്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കണം. അത് കഴിയുമ്പോൾ പിന്നെ എല്ലാവരും കഴിക്കണമല്ലോ ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിയുമ്പോൾ പിന്നെ ക്ലീനിങ് പ്രോസസ്സാണ്. കിച്ചണൊക്കെ ക്ലീൻ ചെയ്യണം. എല്ലാം അല്ല, കുറച്ചൊക്കെ ബേസിക് കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ വേസ്റ്റും കാര്യങ്ങളും ഒക്കെ പുറത്തെടുത്ത് വെക്കണം. കാരണം കളക്ഷൻ ആൾ വരും. ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് ചേച്ചി പറഞ്ഞല്ലോ ഫ്ലാറ്റിലാണ് താമസിക്കണമെന്ന്. അപ്പോൾ എങ്ങനെ ഈ വേസ്റ്റും കാര്യങ്ങളൊക്കെ? നമുക്ക് ഒരു ഗ്രൂപ്പ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് എല്ലാ വേസ്റ്റും ഒരുമിച്ച് വെക്കാൻ പറ്റില്ല. നമ്മളതെല്ലാം സെപ്പറേറ്റ് ആക്കിയിട്ട് വെക്കണം. അതേപോലെ അത് നമ്മൾ ഫുഡ് വേസ്റ്റ് ആണെങ്കിൽ അത് ഒരു ഗ്രീൻ ബക്കറ്റുണ്ട്. ഗ്രീൻ ബക്കറ്റിലാണ് വെജിറ്റബിൾസിൻ്റെ വെക്കേണ്ടത്. പിന്നെ ഓറഞ്ച്, റെഡൊക്കെ വെച്ചാൽ നമുക്കൊരിക്കലും ഇത് ബാറ്ററീസ്, മെഡിസിൻ ബോട്ടിൽസ്, അതൊക്കെ ഈ സിറിഞ്ച് പോലെ സംഭവങ്ങളൊക്കെ ഇല്ലേ, അങ്ങനത്തെയൊക്കെ സംഭവങ്ങളെല്ലാം റെഡിൽ ഡിസ്പോസ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഈ ഇലക്ട്രോണിക് പരമായിട്ട് കുറേ ഈ വേസ്റ്റും കാര്യങ്ങളും നമ്മുടെ അടുത്ത്. അതെ അതെ അതെ. അപ്പോൾ അതൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യാൻ സെപ്പറേറ്റ് ആയിട്ട് ആൾ വരും, ഇല്ലെങ്കിൽ അതൊക്കെ ഇവർ തന്നെ എടുക്കും. പക്ഷെ അതെല്ലാം വെക്കുന്നത് നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞ് നമ്മൾ സെപ്പറേറ്റ് ആക്കി വെക്കണം. എല്ലാം ഒരുമിച്ച് വെക്കുന്നത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് പോകാൻ. അപ്പോൾ അതൊരു പ്രോസസ്സാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട്. കാരണം എല്ലാം ഒരുമിച്ച് വെക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ ചിലപ്പോൾ പ്ലാസ്റ്റിക് ആണെങ്കിൽ പ്ലാസ്റ്റിക്കും ഫുഡ് വേസ്റ്റും മാത്രമായിട്ട് അങ്ങനെ വെക്കും. അപ്പോൾ നമ്മുടെ നാടിനെ മനോഹരമാക്കുന്ന ഒരു കൂട്ടായ്മയാണ് ഈ ഹരിതകർമ്മ സേന എന്ന് പറയുന്നത്. അവരാദ്യമൊക്കെ ഈ പ്ലാസ്റ്റിക്സ് സാധനങ്ങളായിട്ട് കൂടുതൽ അവർ എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരുന്നത് ഡെപ്പോസിറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ. പക്ഷേ നമ്മുടെ നാട്ടിൽ കൂടുതലും ഈ വേസ്റ്റുകൾ കൂടി വരുന്നുണ്ട്. ഇപ്പോൾ ഒരു കമ്പനികളിലായാലും വീടുകളിലായാലും ഇപ്പോൾ അങ്ങനത്തെ TV റിമോട്ട്, മോട്ടർ, അങ്ങനത്തെ ഒക്കെ കുറേ സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ നശിഞ്ഞ് കുറേ കിടക്കണുണ്ട്. അപ്പോൾ ആ കിടക്കുന്നത് കൊണ്ട് തന്നെ ഈ ഹരിതകർമ്മ സേനയുടെ പുതിയൊരു മിഷനാണ് ഈ വേസ്റ്റ് കളക്ട് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അത് നല്ലൊരു കാര്യമാണ് അല്ലേ? കാരണം ഞാൻ ആലോചിക്കാണ്ട്, കാരണം എല്ലാവരും ലാപ്ടോപ്സ് ഉപയോഗിക്കുന്നു, ഐപാഡ്സ്, ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ എവിടെ കേട് വന്നാൽ നമ്മൾ ഇവൻ ചിലപ്പോൾ ഷോപ്സിൽ കൊണ്ടുപോയി കൊടുക്കും. ചിലപ്പോൾ നമ്മൾ കുറേ നാൾ കഴിഞ്ഞ് ചിലതൊക്കെ ഒന്നും റിപ്പയർ ചെയ്ത് കിട്ടത്തില്ല. അവർ പറയും ഇത് റീപ്ലേസ്മെൻ്റ് ഇല്ല, അല്ലെങ്കിൽ ഇതിൻ്റെ പാർട്സ് അവൈലബിൾ അല്ല. പിന്നെ ചിലപ്പോൾ ചിലവരത് പോയി തിരിച്ച് വാങ്ങൂല. അപ്പോൾ അവരതൊക്കെ എന്ത് ചെയ്യാമെന്ന് ഞാൻ ആലോചിക്കണം. പിന്നെ ചില ഷോപ്സിൻ്റെ മുമ്പിൽ പോകുമ്പോൾ, ഷോപ്സ് അല്ല, ഈ റിപ്പയറിങ് കടകളുടെ മുമ്പിലൊക്കെ പോകുമ്പോൾ ഒരു കുന്ന് സാധനങ്ങൾ കടയുടെ മുമ്പിലുണ്ടാവും. അതായത് ഈ മോട്ടർ, ഫ്രിഡ്ജ്, അങ്ങനെയൊക്കെ ഇലക്ട്രോണിക്. അപ്പോൾ ഞാനിപ്പോൾ ഇതൊക്കെ കണ്ടുപിടിക്കാൻ എന്തൊരു ബുദ്ധിമുട്ടാണ്. ഒരാൾ ഒരു സാധനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് അയാളുടെ സാധനങ്ങൾ ഒരുപോലത്തെ പല സാധനങ്ങളുണ്ടാകും. അതിൽ നിന്ന് നമ്മുടെ ഓൺ സാധനം എങ്ങനെ കണ്ടുപിടിക്കും? പിന്നെ ഈ കേട് വന്ന സാധനങ്ങളൊക്കെ എവിടെ കൊണ്ട് ഡിസ്പോസ് ചെയ്യുന്നു നമുക്കറിയില്ല. അതിൻ്റെ പ്രോസസ്സും കാര്യമൊന്നും നമുക്കറിയില്ല. ഇപ്പോൾ പല ജില്ലകളിലും ഇപ്പോൾ ഈ വേസ്റ്റ് എടുക്കുന്നതായിട്ട് കേട്ട് വരുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊന്ന് കൂടുതലൊന്ന് അറിയാം. വീടുകളിൽ നിന്നും ഹരിതകർമ്മ സേന നേതൃത്വത്തിൽ ഈ മാലിന്യങ്ങൾ ശേഖരിക്കുന്ന പദ്ധതി പല ജില്ലകളിലും തുടക്കമായി. ഈ കഴിഞ്ഞ 15 മുതൽ ഹരിതകർമ്മ സേന അംഗങ്ങൾ വീട്ടിൽ നിന്നും ഒഴിവാക്കിയ ട്യൂബ്ലൈറ്റ്, മോട്ടോർ, മിക്സി, TV തുടങ്ങിയ ഇലക്ട്രോണിക് മാലിന്യങ്ങൾ ശേഖരിക്കാൻ തുടങ്ങിയത്. ഓരോ വസ്തുവിനും അവയുടെ തൂക്കത്തിനനുസരിച്ചാണ് ക്ലീൻ കേരള കമ്പനി പണം കണക്കാക്കുന്നത്. ഈ മാലിന്യം ശേഖരിക്കുന്നതിന് മുന്നോടിയായി ഹരിതകർമ്മ സേന അംഗങ്ങൾക്ക് പരിശീലനം നൽകിയിരുന്നു. നിലവിൽ വർഷത്തിൽ 2 തവണയാണ് ഈ മാലിന്യങ്ങൾ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിക്കുക. ഈ മാലിന്യം 2 തരത്തിൽ തരംതിരിച്ചാണ് ഹരിതകർമ്മ സേന ശേഖരിക്കുന്നത്. ഈ മാലിന്യം കിലോ 55 രൂപ നിരക്കിലാണ് ക്ലീൻ കേരള കമ്പനി ഹരിതകർമ്മ സേനയിൽ നിന്നും വാങ്ങുന്നത്. ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ ഹരിതകർമ്മ സേനയുടെ നേതൃത്വത്തിൽ ഈ മാലിന്യം ശേഖരണം ആരംഭിച്ചു. ട്യൂബ് ലൈറ്റുകൾ, മോട്ടോറുകൾ, TV തുടങ്ങിയ ഇലക്ട്രോണിക് മാലിന്യങ്ങൾ ഹരിതകർമ്മ സേന അംഗങ്ങൾ വീടുകളിൽ നിന്നും ശേഖരിക്കുന്നത്. ക്ലീൻ കേരള കമ്പനി നിർണ്ണയിക്കുന്ന ഭാരം അടിസ്ഥാനമാക്കി ഓരോ ഇനത്തിനും പണം നൽകുക. അപ്പോൾ വളരെ നല്ലൊരു കാര്യമാണിത് അല്ലേ? പിന്നെ ഈ വേസ്റ്റ് ഇങ്ങനെ വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, അത് മാറ്റി സെപ്പറേറ്റ് ചെയ്ത് വെക്കണം. അവർക്കത് കൊണ്ടുപോകാൻ എളുപ്പവും. അതിനെല്ലാം കൂടി മിക്സപ്പ് ആക്കിയാൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. നമ്മളിതൊന്നും അറിയുന്നില്ല അല്ലേ? അവർ ഇത്രമാത്രം കഷ്ടപ്പാട് ഓരോ സ്ഥലത്തും പോയി വേസ്റ്റ് കളക്ട് ചെയ്ത് അതിനെ മാറ്റി വേർതിരിച്ച് അത് എടുക്കുക എന്ന് പറയുന്നത്. വാർഡിൽ തന്നെ 300ഓളം വീടുകളാണ് ഉള്ളത്. പിന്നെ അതിനും കൂടുതലും ഒത്തിരി ഉണ്ടാവുമല്ലോ. ചില വാർഡുകൾ കൂടുതലുണ്ടാവും. അതിനെല്ലാം കളക്ട് ചെയ്താണ് ഇവർ ഈ ഒരു ക്ലീൻ കേരള മിഷന് ചെയ്യണം. അത് ഒരു ദിവസം വേസ്റ്റ് പോകാതിരുന്നാൽ നമ്മുടെ അവസ്ഥ, ആ ഒരു മുൻവശത്ത് തന്നെ വേസ്റ്റ് ഇരിക്കുന്നു, അത് അവർ എടുത്തുകൊണ്ട് പോയില്ലെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം ആകുമ്പോഴേക്കും പിന്നെയും കൂടും. അപ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം അവരുടെ ആ ഒരു ദൗത്യം, ആ ഒരു ജോലി. ഈ വേസ്റ്റ് പോകുന്നത് ഇതിൽ പറയുന്നുണ്ട്
വർഷത്തിൽ 2 പ്രാവശ്യമാണ് ഈ വേസ്റ്റ് കളക്ട് ചെയ്യുന്നത്. കാരണം അത്രയും ഉണ്ടാവുള്ളൂ, എപ്പോഴും വന്ന് കളക്ട് ചെയ്യാൻ അതുകൊണ്ട് തന്നെ വർഷത്തിൽ 2 പ്രാവശ്യം വരുമ്പോഴേക്കും ഒരു എമൗണ്ട് ഓഫ് ഈ വേസ്റ്റ് കളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ശരിക്കും സെപ്പറേറ്റ് ആക്കി വെച്ച് കെട്ടി വെച്ച് എവിടെയെങ്കിലും ഒതുക്കിയൊക്കെ വെക്കണം അല്ലേ. 2 പ്രാവശ്യം വരുന്നുള്ളൂ, അപ്പോൾ എന്നൊന്നും വരുന്നില്ല. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ അതുപോലെ നമ്മുടെ സൈഡിൽ നിന്നും ഒരു സഹകരണം, ഒരു ഹെൽപ്പും അവർക്ക് കൊടുക്കേണ്ട ഏറ്റവും ആവശ്യമാണ്. പിന്നെ മേഘ ഫിലിംസൊക്കെ കാണാൻ ഇഷ്ടമാണോ? കാണാൻ ഇഷ്ടമാണ്. ഹോളിവുഡ്? ഞാൻ മലയാളമാണ് കൂടുതലും കാണുന്നത്. ഓക്കെ. ഒരു ഹോളിവുഡ് നടനുണ്ട്, കിയാനു റീവ്സ്. ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു കനേഡിയൻ ആക്ടറാണ്, ഒരു സംഗീതജ്ഞനും കൂടിയാണ്. പുള്ളി ഒരു ഡോഗ് സ്റ്റാർ എന്നൊരു മ്യൂസിക് ബാൻഡിൽ ഒരു മെമ്പറും കൂടിയാണ്. പുള്ളിയുടെ കുറേ ഫിലിംസൊക്കെ ഉണ്ട്. മെട്രിക്സ് ഉണ്ട്, പിന്നെ ജോൺ വീക്ക് 1, 2, 3, 4 അതൊക്കെ ഭയങ്കര ഫേമസ് ആണ്. നമ്മുടെ യൂത്ത് എല്ലാവർക്കും ഒരു ഇൻസ്പയറിങ് മൂവീസാണ് അതൊക്കെ. പക്ഷെ ആ വ്യക്തി ഒരു ഭയങ്കര ഒരു ബിഗ് പേഴ്സണാലിറ്റിയാണ്. കാരണം ഇത്രയും വലിയൊരു നടനായിട്ടും പുള്ളിയുടെ ഒരു ലൈഫ് സ്റ്റൈൽ ഭയങ്കര ഒരു കോമൺ വേ ഓഫ് ലിവിങ് ആണ് പുള്ളി ലീഡ് ചെയ്യുന്നത്. കാരണം ഇത്രയും പബ്ലിസിറ്റിയും ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ടർ ആ ഒരു ആക്ടറിൻ്റെതായിട്ടുള്ള പദവികളൊന്നും എടുക്കാതെ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലാണ്. കൂടുതൽ ഒരുപാട് ചെയ്യുന്നുണ്ട്, ഒരുപാട്. കാരണം പുള്ളിയുടെ ലൈഫിൽ ഒരുപാട് ട്രാജഡീസൊക്കെ ഉണ്ടായിട്ടുള്ളൊരു വ്യക്തിയാണ്. പക്ഷെ അതുകൊണ്ടൊന്നും പുള്ളി, ഓഫ് കോഴ്സ് ട്രാജഡീസ് വരുമ്പോൾ നമ്മളെല്ലാവരും തളർന്നു പോകുമല്ലോ. പുള്ളിയും തളർന്നു പോയിട്ടുള്ള ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ലൈഫിൽ. പക്ഷേ അവരൊന്നും പുള്ളി ഡിസ്ഹാർട്ടൻ ആയിട്ടില്ല, നിരാശപ്പെട്ട് ജീവിതം തകർന്നു എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരുന്നല്ല. പക്ഷെ പുള്ളി ജീവിതം മുന്നോട്ട് നയിച്ചു, ആളുടെ ജീവിതം മുന്നോട്ട് ആൾ നീക്കി. അല്ല, ഇപ്പോൾ ഈ മൂവീസിലൂടെയായാലും ഒക്കെ ആക്ടിങ്ങിലൊക്കെ ആയാലും പുള്ളി ആ ദുഃഖങ്ങളെയൊക്കെ മറന്ന് അത് ജീവിച്ച് വന്ന വ്യക്തിയാണ്. ചേച്ചി ഇദ്ദേഹത്തെ കുറിച്ച് ഇത്രയും പറയുമ്പോൾ കുറച്ചുകൂടി അറിയണം എന്ന് എനിക്ക് പിന്നെ നമ്മൾ അറിയണം. നമ്മളെല്ലാവരും നമുക്ക് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷനാണ്. അതെല്ലാവർക്കും അത് എസ്പെഷ്യലി ഇപ്പോഴത്തെ യൂത്ത് എല്ലാവരും അത് ആ പുള്ളിനെ കുറിച്ച് അറിയാത്തവരുണ്ട്. ഇപ്പം കുറച്ച് എൽഡറായിട്ടുള്ള ആളുകൾക്കും ചിലപ്പോൾ അറിയണമെന്നില്ല. അപ്പോൾ അവർക്കും അതൊരു ഇൻസ്പയറിംഗ് ആണ്. അറിയാം അല്ല, ഇങ്ങനെ ഒരു വ്യക്തികളുണ്ട്, ഇങ്ങനെയും ആളുകളുണ്ട് എന്നുള്ളത് നമുക്കൊന്നറിയാം. 100 കോടിക്ക് മുകളിൽ ആസ്തിയുള്ള ലോകം മുഴുവൻ പ്രശസ്തനായ ഒരാളെ എപ്പോഴെങ്കിലും പബ്ലിക് മെട്രോയിൽ കണ്ടാൽ നിങ്ങൾക്ക് എന്ത് തോന്നും? അങ്ങനെ സഞ്ചരിക്കുന്ന ഒരാളുണ്ട്, കീനു റീവ്സ്. മനസ്സിലാകാത്തവർക്ക് ഒരുപക്ഷെ ജോൺ വിക്ക് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കിട്ടും. ഹോളിവുഡ് താരങ്ങളിൽ നിന്നും കിയാനു റീവ്സ് എന്ന നടൻ വളരെ വ്യത്യസ്തനാണ്. സിനിമാ ലോകത്ത് വലിയ വിജയം നേടിയിട്ടും അദ്ദേഹത്തിൻ്റെ ലൗകിക സന്തോഷങ്ങളും സമ്പത്തും അദ്ദേഹത്തെ ഒരിക്കലും മാറ്റിയിട്ടില്ല. ദി മാട്രിക്സ് എന്ന സിനിമയിൽ നിന്നുള്ള വലിയൊരു പ്രതിഫലം റിപ്പോർട്ട്സ് അനുസരിച്ച് ഏകദേശം 75 മില്യൺ വരെ കിയാനു വീഡിയോ എഫക്ട്സ്, മേക്കപ്പ്, സ്റ്റണ്ട് ടീം തുടങ്ങിയ ബിഹൈൻഡ് ദ സീൻസ് ജോലിക്കാരുമായി പങ്കുവച്ചു. ക്യാൻസർ ബാധിച്ച കുട്ടികൾക്ക് സഹായം നൽകുന്ന ഒരു സ്വന്തമായ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ കിയാനു രഹസ്യമായി തുടങ്ങുകയും ചെയ്തു. ഏറെ വർഷങ്ങളായി ഈ ഫൗണ്ടേഷൻ പ്രവർത്തിക്കുന്നു. ചെറുപ്പം മുതലേ വ്യക്തി ജീവിതത്തിൽ നഷ്ടങ്ങൾ അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവനായിരുന്നു അദ്ദേഹം. കാമുകിയുടെ മരണം, കുഞ്ഞിൻ്റെ നഷ്ടം, മാതാപിതാക്കളില്ലാത്ത ബാല്യം. പക്ഷേ ഇവയെല്ലാം അതിജീവിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ നടന്മാരിൽ ഒരാളായി മാറിയ കീനു റീവ്സ് ഒരു മികച്ച അഭിനേതാവെന്നപ്പുറം ഒരു മഹത്തായ മനുഷ്യൻ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ദാനശീലത, മനുഷ്യസ്നേഹം, വിശ്വാസ്യത എല്ലാം നമ്മെ പഠിപ്പിക്കുന്നതാണ്. ഇപ്പോൾ കിയാനു റീവ്സിൻ്റെ ഫിലിംസൊക്കെ അത്യാവശ്യം യൂത്തിനൊക്കെ ഭയങ്കര ഒരു ഇതാണ്. കാരണം ഈ ഇടി വയലൻസ് ഒക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിപ്പോൾ ഇപ്പോഴത്തെ ജനറേഷൻ അതാണല്ലോ, ഭയങ്കര വയലൻസും. നമ്മൾ വയലൻസിനൊന്നും അധികം എൻകറേജ് ചെയ്യുന്നില്ല, എങ്കിലും പുള്ളിയുടെ ഫിലിംസിലൊക്കെ അതെ. പക്ഷേ യെസ് പക്ഷെ നമ്മൾ അയാളുടെ ആ ലൈഫാണ്, അല്ലാതെ അയാളുടെ അഭിനയിച്ച ഫിലിംസിനല്ല നമ്മളിത് പറഞ്ഞത്. പുള്ളിയുടെ ലൈഫാണ് ഭയങ്കര ഇൻസ്പയറിങ്. എല്ലാവർക്കും, എല്ലാ ഏജുകാർക്കും ലൈഫിൻ്റെ ഒരു വേ ഓഫ് ലിവിങ്, അതാണ് ഒരു റിയൽ ഇൻസ്പിറേഷൻ. കാരണം സാധാരണ പബ്ലിക് ട്രാൻസ്പോർട്ടിലൊക്കെ അവിടുത്തെ പുള്ളി ട്രാവൽ ചെയ്യും. പുള്ളി പാവങ്ങൾക്ക് ഒരുപാട് ഫുഡ് ചാരിറ്റി സംഭവങ്ങൾ നടത്തുന്നു, ധനസഹായം കൊടുക്കുന്നു. അതെ കിട്ടുന്ന എമൗണ്ട്, ആൾക്ക് പ്രതിഫലമായി കിട്ടുന്ന ആ എമൗണ്ടിൽ തന്നെ ആൾ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോൾ അതാണ് നമുക്ക് ഒരു ഇൻസ്പിറേഷൻ. അല്ലാതെ മൂവീസിൽ ആരും എടുക്കരുത്. കാരണം മൂവീസൊക്കെ നമുക്കൊരു ടൈം പാസ്സാണ്, നമുക്കൊരു ഒരു നേരം പോക്കിന് നമ്മൾ കാണുന്നത് എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓരോരുത്തരുടെ ലൈഫിൽ നിന്ന് കിട്ടുന്ന നല്ല നല്ല പാഠങ്ങൾ നമ്മൾ അതൊരു ഗൈഡ് അല്ലേ, നമുക്കൊരു അതെ നമ്മളെ വഴി തെളിയിക്കട്ടെ. ചേച്ചി ഇപ്പോൾ വെറുതെ ഒക്കെ ഇരിക്കുമ്പോഴേക്കും ചേച്ചിയുടെ ഹോബീസൊക്കെ എന്താണ്?
എനിക്ക് ഹോബീസ്, എനിക്ക് ഇഷ്ടം ചെറിയ കുറച്ച് ക്രാഫ്റ്റ് അതൊക്കെ ചെയ്യാൻ കുറച്ച് ഇഷ്ടമാണ്. ഞാൻ ഈ കുറച്ച് നാൾ മുമ്പൊക്കെ ഈ ഞണ്ടുണ്ടല്ലോ, ക്രാബ്, ഞങ്ങൾ വീട്ടിൽ ക്രാബൊക്കെ വാങ്ങിച്ചപ്പോൾ ക്രാബ് ഷെല്ലുണ്ട്, അതിൻ്റെ പുറത്തെ ഷെല്ലുണ്ടല്ലോ, ആ ഷെല്ലെടുത്തിട്ട് അത് ഉണക്കി പെയിൻറ്റ് ചെയ്ത് ഞാനൊരു ചെറിയൊരു ആർട്ട് ഇങ്ങനെ വീട്ടിലുണ്ടാക്കി വെച്ചിരുന്നു. അതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് പെട്ടെന്നാണ് ഇൻസ്പിറേഷൻ വരുന്നത്. അപ്പോൾ അന്നേരം വരുമ്പോൾ ഈ സംഭവങ്ങളെല്ലാം സ്റ്റോക്ക് വേണം. എനിക്കൊരു സ്വഭാവം കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണെങ്കിലും കളക്ട് ചെയ്ത് വെക്കുന്നൊരു സ്വഭാവമാണ്. ഇപ്പോൾ ഈവൻ ചിലപ്പോൾ നമ്മുടെ ടൈറ്റായ ഡ്രസ്സുകളോ യൂസ് ചെയ്യാത്ത എന്തെങ്കിലുമൊക്കെ നല്ല കാണുന്ന അട്രാക്റ്റീവായിട്ടുള്ള പൂക്കൾ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ബട്ടൺസ്, അതൊക്കെ കുറച്ച് അട്രാക്റ്റീവായിട്ടുള്ളതാണെങ്കിൽ അതെനിക്ക് കളക്ട് ചെയ്ത് വെക്കുന്നൊരു ഹോബിയാണ്. എൻ്റെ വീട്ടിലൊരു ബോക്സ് ഉണ്ട് ഇങ്ങനെ. ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ തുറന്നു കഴിഞ്ഞാൽ മിക്കവരും വീഡിയോസ് ഇടുന്നത് ഈ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വീഡിയോസ്. അതെ, അത് ഒരുപാട് ഇത് നമ്മളെപ്പോഴും സ്കൂൾസിലായാലും നമ്മൾ പഠിപ്പിക്കുന്ന പറയുന്നുണ്ട് ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് എന്ന് പറയും. നമ്മൾ കളയുന്ന ഓരോ സാധനങ്ങൾ നമുക്ക് പുതിയതായിട്ട് ഉൽപ്പന്നങ്ങൾ പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ പറ്റണം. അതാണ് ക്രിയേറ്റിവിറ്റി. അപ്പോൾ അത് നല്ലൊരു തീമാണ്, കുട്ടികളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് നമ്മളെ സ്കൂൾ സിലബസിലൊക്കെ ഇപ്പോൾ അതുണ്ട് പഠിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് അതുപോലെയുള്ള ഒരു ആളെ പരിചയപ്പെടാം. കാരണം പുള്ളി മണിപ്പൂരാണ്, നെല്ലി ചാച്ചിയ എന്നാണ് വ്യക്തിയുടെ പേര്. ഒരു സ്ത്രീയാണ്. പുള്ളിക്കാരി ഒരു പൂച്ചെടി വിൽപ്പനയൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഒരു ദിവസം വീട്ടിൽ നിന്ന് ഫുഡ് വേസ്റ്റ് കളക്ട് ചെയ്യുന്ന സമയത്ത് പുള്ളി കുറേ ഫുഡ് വേസ്റ്റ് സംഭവങ്ങളൊക്കെ കണ്ടു. അപ്പോൾ ആ പുള്ളിക്കാരത്തേക്ക് തോന്നുവാണ്, ചാച്ചിക്ക് തോന്നുവാണ്, ഇതെന്തുകൊണ്ട് ഒരു എന്താ പറയുക, ഒരു ആർട്ട് ഫോമിലേക്ക് ഇതെന്തുകൊണ്ട് ചെയ്യാം, ഈ ഫുഡ് വേസ്റ്റ് പ്രോഡക്ട്സിനൊക്കെ എന്തുകൊണ്ട് ഒരു ബ്യൂട്ടിഫുൾ ക്രിയേറ്റിവിറ്റി ആക്കിയെടുക്കാം എന്ന് പുള്ളിക്ക് തോന്നുവാണ്. അപ്പോൾ അങ്ങനെ പുള്ളിയും ചെറിയ മണിപ്പൂരൊക്കെ ചോളമൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ചോളമൊക്കെ ഉണ്ടല്ലോ, ചോളത്തിൻ്റെ ആ ഷീത്ത് എന്ന് നമ്മൾ പറയാം, പുറത്ത് ആ കവർ ഉണ്ടല്ലോ, ആ കവർ വെച്ചിട്ടും പിന്നെ ആ ചോളത്തിൻ്റെ നാരുകൾ അതൊക്കെ വെച്ചിട്ട് ഡോൾസ് ഉണ്ടാക്കുന്നു. അത് ഇപ്പോൾ ഗൂഗിളിലും മറ്റ് മീഡിയയിലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അത് ഷോസ് എ ക്രിയേറ്റിവിറ്റി അല്ലേ. നമ്മൾ എല്ലാവർക്കും അങ്ങനെ കാണാൻ ആ ഒരു ക്രിയേറ്റീവ് ആസ്പെക്റ്റ് ആ ചോളത്തിൽ നിന്ന് നമുക്ക് കാണണമെന്നില്ല. നമ്മൾ പണ്ടും സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പറയും ഉള്ളിത്തൊണ്ട് അല്ലേ, മുട്ടത്തൊണ്ട്, ഉള്ളിത്തൊണ്ട് കൊണ്ടൊക്കെ പൂക്കളും പല പല ഡെക്കറേറ്റീവ് സാധനങ്ങളും ഒക്കെ. അതുപോലെ ഈ അടുത്ത് എനിക്ക് എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ മദർ പറയും മീനിൻ്റെ ചെതമ്പലുകൊണ്ട്, വലിയ ചെതമ്പലുകൊണ്ട് അതെ എന്തോ ഒരു ക്രാഫ്റ്റ് സംഭവം ഉണ്ടാക്കിയത്. അപ്പോൾ അതൊക്കെ ഒരു ക്രിയേറ്റീവ്, ഭയങ്കര ഹൈലി ക്രിയേറ്റീവ് അല്ലേ, ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമേ അങ്ങനെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അല്ലേ, എന്താണ് തുടങ്ങിയത്, എന്തൊരു കാര്യം കൊണ്ടാണ് ഈ ഒരു ഡോളിന്റെ ഒരു സംരംഭം തുടങ്ങിയതിനെ കുറിച്ച്. അതെ, പിന്നെ പുള്ളി ഒരു ഹോബി ആയിട്ടാണ് തുടങ്ങിയത്, പിന്നെ അതൊരു ഇൻകമായിട്ട് മാറി. നമ്മളിപ്പോൾ ചിലപ്പോഴും തമാശക്കായാലും തുടങ്ങുമ്പോഴേക്കും അത് നമ്മുടെ ജീവിതത്തിൽ തന്നെ വലിയൊരു പങ്ക് വഹിക്കുന്ന ഒരു കാര്യമായിട്ട് മാറുകയും അത് ഒരുപാട് സ്ത്രീകൾക്കും അതൊരു ഇൻസ്പിറേഷനാണ്, അവർക്കും ഒരു വരുമാന മാർഗം ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് എന്തായാലും നെല്ലി ചാച്ചിയനൊന്ന് കണ്ടിട്ട് വരാം. നെല്ലി ഒരു പാവനിർമ്മാതാവായിട്ടല്ല തുടങ്ങിയത്. വർഷങ്ങളോളം അവൾ ഒരു പൂച്ചെടി വിൽപ്പനക്കാരിയായി ജോലി ചെയ്തു. പുതിയ പൂക്കൾ അടുക്കി വെക്കുകയും വാടിയ അവശിഷ്ടങ്ങൾ ചവറ്റുകുട്ടയിലേക്ക് എറിയുകയും ചെയ്തു. എന്നാൽ ഒരു ദിവസം അവൾ പച്ചക്കറി അവശിഷ്ടങ്ങൾ, പ്രത്യേകിച്ച് അവളുടെ കുടുംബ അടുക്കളയിൽ നിന്നുള്ള ചോളത്തണ്ടുകൾ തരംതിരിക്കുമ്പോൾ അവ വാഗ്ദാനം ചെയ്യുന്ന മൃദുവായ ഘടന അവൾ ശ്രദ്ധിച്ചു. ഇവ വെറും പാഴാക്കാതെ മനോഹരമായ ഒന്നിനുള്ള അസംസ്കൃത വസ്തുക്കളാണെങ്കിലോ. കലാകാരി നെല്ലി ചാച്ചിയ ഉപേക്ഷിച്ച ചോളത്തണ്ടുകളെ സ്ത്രീകളെ ശാക്തീകരിക്കുകയും മാലിന്യത്തെക്കുറിച്ച് പുനർവിചിന്തനം നടത്തുകയും ചെയ്യുന്ന മനോഹരമായ ജൈവ വിഘടനം സംഭവിക്കുന്ന പാവകളാക്കി മാറ്റുന്നു. ഓരോ പാവയും കൈകൊണ്ട് നിർമ്മിച്ചതും അതുല്യവും അവരുടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന സാങ്കേതികതയെ പ്രതിഫലിപ്പിക്കുന്നതുമായിരുന്നു. ഇന്ന് ഒരു ചെറിയ സ്റ്റുഡിയോയിൽ നിന്നുമാണ് അവർ പ്രവർത്തിക്കുന്നത്. അവിടെ അവർ ഓർഡർ അനുസരിച്ച് ഈ പാവകളെ കൈകൊണ്ട് നിർമ്മിക്കുന്നു. ഔപചാരിക കലാപരിശീലനങ്ങളൊന്നുമില്ലാതെ പ്രകൃതിദത്ത വസ്തുക്കൾ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നും ഈട് നിൽക്കുന്നതുമായി അവയെ ഉണക്കാമെന്നും വിത്തുകൾ, പൂക്കൾ, ഇലകൾ തുടങ്ങിയ അലങ്കാര ഘടകങ്ങളുമായി സംയോജിപ്പിക്കാമെന്നും അവർ സ്വയം പഠിച്ചു. ഒരു കലാപരമായ ഔട്ട്ലെറ്റായി തുടങ്ങിയത് ഇപ്പോൾ ഒരു വരുമാന സ്രോതസ്സാണ്. അവരുടെ പാവകൾ പൂർണ്ണമായും ജൈവവിഘടനം ചെയ്യാവുന്നതാണ്. പ്ലാസ്റ്റിക് ഇല്ലാതെ സൃഷ്ടിച്ചതും പൂർണ്ണമായും പ്രകൃതിദത്തവും പ്രാദേശികമായി ലഭ്യമായതുമായ വസ്തുക്കളിൽ നിന്നുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. വൃത്താകൃതിയിലുള്ള ജീവിതത്തിൻ്റെ ഒരു പാഠവും മാലിന്യ സംസ്കരണം ഇപ്പോഴും വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശത്ത് നെല്ലിയുടെ കൃതികൾ പാരിസ്ഥിതിക ബോധമുള്ള സർഗാത്മകതയ്ക്കുള്ള ഒരു രൂപരേഖ നൽകുന്നു.
ഓക്കെ, അപ്പോൾ എന്തായാലും നെല്ലി ചാച്ചി നമുക്ക് നല്ലൊരു എക്സാമ്പിളാണ് കാണിച്ചു തന്നിരിക്കുന്നത് അല്ലേ. ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിൽ ഒത്തിരി ടാലൻറ്റഡ് ആയിട്ടുള്ളവരുണ്ട്. നമ്മുടെ കഴിവുകളൊക്കെ ഉള്ളിൽ ഉറങ്ങി കിടക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങളുടെ പഴയ ആ കഴിവുകൾ, ഉറങ്ങിപ്പോയ കഴിവുകളൊക്കെ ഉണർത്തിക്കൊണ്ട് വരിക അല്ലേ. നമ്മുടെ കോവിഡ് ടൈമുകളിൽ കുറെ ഇതേപോലത്തെ ആക്ടിവിറ്റീസ് ഒക്കെ നടന്നിട്ടുണ്ട്. ഈ ഹെയർ ബാൻഡ്, ഈ ക്രഞ്ചീസ് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അന്ന് ഒരുപാട് പേര് മുന്നോട്ട് കൊണ്ടുപോയി, പിന്നെ ഇടയ്ക്ക് വെച്ച് അതൊക്കെ പിന്നെ ഡ്രോപ്പായി പോയി. അപ്പോൾ എല്ലാവരും വിചാരിച്ച സമയം കൂടുതലുള്ളപ്പോഴേ നമുക്ക് ഇതേപോലത്തെ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എല്ലാവരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള കുറച്ച് സമയമെങ്കിൽ കുറച്ച് സമയം ഇതേപോലത്തെ ഉള്ള കുഞ്ഞു കുഞ്ഞു ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ വേണ്ടി നോക്കുക. അതെ അതെ. പിന്നെ അതല്ല, ഒരുപാട് എക്സ്പെൻസും ഇല്ല. വീട്ടിലുള്ള ഒരു സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് അല്ലേ, അതൊക്കെ ചെയ്യുക. പിന്നെ ക്രാഫ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാക്കുക, ഹാൻഡിക്രാഫ്റ്റ്സോ അങ്ങനെ പല സംഭവങ്ങളും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഈ വക നമ്മുടെ ചുറ്റുപാടുന്നുള്ള സംഭവങ്ങൾ അല്ലേ. ഓക്കെ, അപ്പോൾ അതൊരു ഇൻസ്പിറേഷനായി കാണുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. നമ്മുടെ നാട്ടിൽ പണ്ട് മുതലേ നടന്നു വന്നിരുന്ന ഒരു ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. ബാർട്ടർ സിസ്റ്റത്തിനെ കുറിച്ച് അറിയാത്തവരായിട്ട് ആരുമില്ല. ഇപ്പൊ സാധനങ്ങൾ കൊടുത്തായിരുന്നു നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ അതേ ബാർട്ടർ സിസ്റ്റം പോലത്തെ ഒരു സാധനമാണ് ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ, ഇപ്പൊ ഇന്ത്യയിൽ തന്നെ കൊണ്ടുവന്നേക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റിക് കുപ്പികൾ സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ആ റെസ്റ്റോറൻറ്റിൽ നിന്ന്, ഒരു കഫേന്ന് നമുക്ക് ഫുഡ് കിട്ടും. അങ്ങനത്തെ ഒരു കഫേ നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. അതിനെ കുറിച്ച് ചേച്ചിക്ക് എന്തെങ്കിലും അറിയോ? കൂടുതൽ ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ കൂടുതലായിട്ടൊന്നും അതിൻ്റെ പിന്നാലെ ഒന്നും കളക്ട് ചെയ്യാൻ പോയിട്ടില്ല. പക്ഷെ നല്ലൊരു ഇന്നോവേറ്റീവ് ഐഡിയ ആയിട്ട് എനിക്ക് തോന്നി. കാരണം ഒരുപാട് പ്ലാസ്റ്റിക് വേസ്റ്റ് നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മൾ എത്രയൊക്കെ അവിടെ ഡിസ്പോസ് ചെയ്യണം, ഇവിടെ ഡിസ്പോസ് ചെയ്യണം എന്ന് പറഞ്ഞാലും നമ്മളത് അന്വേഷിച്ചങ്ങ് പോകാറില്ല. അല്ല, നമുക്ക് കാണുന്ന സ്ഥലത്ത് വലിച്ചെറിഞ്ഞു, അത് ആരെങ്കിലും വന്ന് എടുത്തുകൊള്ളും എന്നുള്ള ഒരു, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഹരിത കർമ്മസേന ഇതുപോലുള്ള ഒരു വ്യക്തികൾ വന്ന് എടുക്കും എന്നുള്ളതാണ്. പക്ഷേ എന്ത് വെച്ചാൽ നമ്മുടെ എൻവയറോൺമെൻറ്റിന് അത് ഭയങ്കര ദോഷമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സിസ്റ്റംസ് ഒക്കെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് നമ്മുടെ പൊല്യൂഷൻ, അതെ പൊല്യൂഷൻ, പലതരത്തിലുള്ള പൊല്യൂഷൻ അതൊക്കെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതെന്താണ് കൂടുതൽ ഇൻഫർമേഷൻ നമുക്കൊന്ന് അറിയാം. ഗാർബേജ് കഫേ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പ്ലാസ്റ്റിക് മാലിന്യം കൊടുത്താൽ ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലം, അതാണ് ഗാർബേജ് കഫേ. ഇത് വേറെ എവിടെയുമല്ല, നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഗാർബേജ് കഫേ 2019 ഒക്ടോബറിൽ ഛത്തീസ്ഗഡ് സംസ്ഥാനത്തെ അംബികാപൂരിൽ ആരംഭിച്ചു. ഇത് അംബികാപൂർ മുനിസിപ്പൽ കോർപ്പറേഷന്റെ സംരംഭമാണ്. 1 കിലോ പ്ലാസ്റ്റിക് മാലിന്യം കൊണ്ടുവരുന്നവർക്ക് ഒരു മുഴുവൻ ഊണ് കിട്ടും. 1/2 കിലോ കൊണ്ടുവന്നാൽ പ്രഭാത ഭക്ഷണം ലഭിക്കും. ഇവിടെ ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് ചെറിയ ഗ്രാനുകളുകളാക്കി റോഡ് നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നു. അംബികാപൂരിൽ ഇതിനകം തന്നെ 8 ലക്ഷം പ്ലാസ്റ്റിക് ബാഗുകൾ ഉപയോഗിച്ച് റോഡുകൾ പണിതിട്ടുണ്ട്. ഇത് മഴക്കാലത്ത് നന്നായി നിൽക്കുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇന്ത്യയിൽ ഒഡീഷ, ഗുജറാത്ത്, മീററ്റ് എന്നിവിടങ്ങളിലും സമാന പദ്ധതികൾ നടപ്പിലാക്കി. ഓക്കെ, അപ്പം നല്ല ഇന്നോവേറ്റീവ് ഐഡിയാസാണ്. ഇതുപോലെയുള്ളത് നമ്മുടെ കേരളത്തിലും കുറേ കഫേസൊക്കെ വരട്ടെ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ മാലിന്യ പ്രശ്നങ്ങൾ കുറച്ചുകൂടെ. അതെ അതെ. പിന്നെ അതല്ല, ഒരു കൾച്ചറാണ് അല്ലേ, നമ്മുടെ പുതിയ ജനറേഷനൊക്കെ അത് കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ അവർക്ക് ഇതേമാതിരി അവിടെ ഇവിടെയൊക്കെ വലിച്ചെറിയുക, അല്ലെങ്കിൽ പൊല്യൂഷനെ കുറിച്ച് കൂടുതൽ എങ്ങനെയാണ് അത് ക്ലീൻ കേരളയാക്കാം, ക്ലീൻ സിറ്റി ആക്കാം. നമ്മുടെ കേരളത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ ഇവിടുത്തെ യൂത്ത് ആൾക്കാർ പുതിയ പുതിയ ടെക്നോളജീസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനും ഇതേപോലത്തെ പുതിയ കഫേകൾ നമ്മുടെ കേരളത്തിൽ എത്തിക്കാനൊക്കെ ശ്രമിക്കും എന്നുള്ളത് തീർച്ചയായിട്ടും നടക്കുന്നൊരു കാര്യമാണ്. അതെ. അപ്പോൾ ഇനിയും ഗാർബേജ് കഫേസ് വരട്ടെ കേരളത്തിൽ. ആർക്കെങ്കിലും തുടങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അതൊക്കെ മുന്നോട്ട്, നിങ്ങളുടെ ഐഡിയാസും പുതിയ പുതിയ ഇന്നോവേറ്റീവ് ഐഡിയാസൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുക, സക്സസ്ഫുൾ ആകട്ടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഗുഡ് മോർണിംഗ് കേരള അല്ലേ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയം അടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മളൊരുപാട് നല്ല നല്ല കാര്യങ്ങൾ അറിഞ്ഞു. എല്ലാവർക്കും അത് ചിലർ കേട്ടിട്ടുണ്ടാകും, മറന്നു പോയിട്ടുണ്ടാകും. പക്ഷേ നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് യൂസ്ഫുള്ളായ കാര്യങ്ങൾ നമ്മൾ എടുക്കുക. നമ്മുടെ സമൂഹത്തിന് ഉന്നമനത്തിന് അല്ലേ എല്ലാവർക്കും അതൊരു ഉപകാരമാകട്ടെ. അപ്പോൾ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.